അയ്യപ്പനും കോശിയും എന്ന് പറഞ്ഞ സിനിമയെ പറ്റി സംസാരിക്കാതെ പോകാനേ പറ്റില്ല. ദേശീയ അവാർഡ് കിട്ടിയ സിനിമയാണ്. രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു. അപ്പം രാജശേഖർ അതുപോലെ സുപ്രീം സുന്ദർ 3 പേരുമാണ് ഉണ്ടായിരുന്നത്. ഈ കഥ വിവരിച്ചു വരുമ്പോൾ ഈ തുടക്കം തൊട്ട് ഒടുക്കം വരെ ഇങ്ങനെ പ്രേക്ഷകനെ ഇങ്ങനെ ടെൻഷനിൽ നിർത്തുന്ന ഒരു സിനിമയാണ്. ടോം ആൻഡ് ജെറി കളി പോലെ ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളത്. അപ്പം ഇതിന്റെ ഒരു കഥ പറയുമ്പോൾ അതേസമയം വളരെ കൃത്യമായ രാഷ്ട്രീയം കൂടെ പറയുന്ന ഒരു സിനിമയാണ്, മനുഷ്യന്റെ ജീവിതത്തിന്റെ രാഷ്ട്രീയം. ഇതെങ്ങനെയാണ് സച്ചി വിവരിച്ചത്? എങ്ങനെയാണ് താങ്കൾ അതിനെ ഉൾക്കൊണ്ടത്? എങ്ങനെയാണ് ഇത് ദേശീയ അവാർഡ് കിട്ടുന്ന തരത്തിലേക്ക് അതിൻ്റെ ഒരു ക്ലാസ്സായി ഇത് മാറിയത്? അല്ല, അതാരും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു. നമുക്ക് കിട്ടുന്ന, നമ്മൾ എത്രയോ ആയിരക്കണക്കിന് പടം ചെയ്ത് ഇതുവരെ കിട്ടാത്തൊരു സംഭവമാണ്. പക്ഷേ സച്ചേട്ടൻ്റെ സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിൽ നമുക്ക് പിടിച്ചു തന്നു. അതുകൊണ്ട് എല്ലാവർക്കും പ്രയോജനമായി. സച്ചേട്ടൻ ഒരു 3-4 പടം ഞാൻ തന്നെ ചെയ്തുകൊണ്ട് നിന്ന്, അനാർക്കലി, അതിൻ്റെ മുമ്പ് എല്ലാം കുറേ പടം എല്ലാം കഴുതെല്ലാം ചെയ്തുകൊണ്ട്. പക്ഷേ ഇത് പറയുമ്പോൾ ഒരു പുതുമയുണ്ടായി. ആളുടെ മനസ്സിലുള്ള ഞങ്ങൾ ചെയ്തു കൊടുത്ത്. ഞാൻ 1-2 സംഭവം ചെയ്തു, 2 ഒരാഴ്ച അങ്ങനെ എല്ലാവരും കൂടി ചെയ്തത്. പക്ഷെ പറഞ്ഞ് നമുക്ക് അതും നമ്മളിഷ്ടത്തിന് പോകും. ആളെ മനസ്സിലുള്ളതാണ് വേണ്ടത്. അത് പറയുമ്പോൾ അത് ചെയ്തു കൊടുത്തു. അങ്ങനെ ഒരു സംഭവമെല്ലാം ഈ പിടുത്തുന്നെല്ലാം ഭയങ്കര ഫീലാണ്. അതെല്ലാം ആളെ നമുക്ക് കഥയിലുള്ള ഇതാണ്. അത് ഇല്ലാണ്ട് നമുക്ക് അത് നമ്മളായിട്ട് അതെല്ലാം സച്ചേട്ടൻ്റെ ഒരു കഴിവ് തന്നെ. അപ്പോൾ ആ സമയത്ത് നമ്മൾ തീരുമാനിക്കണം അതെങ്ങനെ വേണം എന്നുള്ളത്. അത് എടുക്കുന്ന ഷോട്ട് നമ്മളായിരിക്കും. ഇങ്ങനെ സംഭവം പറയും, ആളും ഉണ്ടാവും, അവളെ മനസ്സിലുള്ള കറക്റ്റാ പറയും. എങ്ങനെ ഉണ്ടായിരുന്നു അവർ തമ്മിലുള്ള ഒരു സ്റ്റണ്ട് ചെയ്യുമ്പോൾ ഉള്ള, അതായത് ബിജു മേനോനും പൃഥ്വിരാജുമാണ്, 2 ഏജ്, അത് അല്ല, അവരെല്ലാ പടവും അവർ 2-3 പടം അവരൊന്നിച്ച് ചെയ്തല്ലേ. അവരങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുത്ത് ചെയ്യുന്നില്ല. ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ അവർക്കും കിട്ടണം, ഇവർ കിട്ടും, അങ്ങനെ നമുക്ക് ആരും അതാ പറഞ്ഞത്. അത് അവർക്ക് ഈഗോ ഉണ്ടായാലും കൂടി സച്ചാട്ടൻ പറഞ്ഞതില്ല ചെയ്യേണ്ടവർ. അത് സച്ചാട്ടൻ മനസ്സിലുള്ള അത് ചെയ്ത വേറെ ഞാൻ ചോദിക്കുന്നത്, അതായത് ഇവരുടെ ഒരു ഏജ് ഉണ്ട്. പൃഥ്വിരാജ് വളരെ യങ്ങാണ്, ബിജു മേനോൻ കുറച്ചും കൂടെ മധ്യവയസ്സിലേക്ക് എത്തിയിട്ടുള്ള ഒരാളാണ്. ഇവരുടെ ഒരു ശാരീരിക ക്ഷമത ഇതുപോലുള്ള ഫൈറ്റ് ചെയ്യുമ്പം അതൊരു വെല്ലുവിളിയായിട്ട് സ്റ്റണ്ട് മാസ്റ്റർ മുന്നിൽ വരത്തില്ലെന്നാണ് എൻ്റെ ചോദ്യം. അല്ല, അങ്ങനെ നമുക്കത് 2 പേരും ഈക്വലായിട്ട് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ഈക്വലായിട്ട് ചെയ്യും. അവർക്കെന്താ പറയുക, ആ സബ്ജക്റ്റ് ഇഷ്ടപ്പെടുന്ന, നമുക്ക് ഇതേമാതിരി ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആണെങ്കിൽ അയ്യോ അതൊന്നും വേണ്ടെന്ന് പറയും. ആ സബ്ജക്റ്റോട് അവർക്ക് ഉൾക്കൊണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യും. 2 പേരും അടിപൊളിയായി ചെയ്ത്. അതൊന്നും ആരും പറയാം അല്ല, ഫൈറ്റല്ല അല്ല, അതൊക്കെ അവർക്ക് പവർ ഉണ്ടാവും. ഇതെങ്ങനെ വരണമെന്ന് അവർ ചെയ്യുമ്പോൾ വേണ്ടേ. അങ്ങനെ പവർ കാണിച്ചല്ലേ ഹിറ്റായത്. ഒരാൾ ഡള്ളായി പോയില്ലേ. 2 പേരും പവറോടെ ചെയ്തു. ഒരുപക്ഷെ അത് ബിജു മേനോന് കൊടുത്ത ഒരു സുപ്രീമസി പൃഥ്വിരാജ് അംഗീകരിക്കുകയും കൂടെ ചെയ്തെന്ന് തോന്നുന്നില്ലേ? അല്ല, അത് ചെയ്യും. അത് അങ്ങനെ ഒന്നുമില്ല. ആർട്ടിസ്റ്റുകള് കഥയല്ലേ അത്. നമ്മുടെ കഥയിൽ അവർ സച്ചാട്ടൻ അതല്ല പറയാ. എന്ത് നമ്മൾ ചെയ്താലും ഇപ്പോൾ സപ്പോസ് നമുക്ക് ഇയാൾക്ക് കുറച്ച് അധികം കൊടുക്കുമ്പോൾ കൂടി ഡയറക്ടർ വന്ന് പറയും. അങ്ങനെയല്ല, കഥയിൽ 2 അത് പറയുമ്പോൾ നമ്മൾ അവരും സമ്മതിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.